ഹായ് വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൊഡ്യൂൾ 42 ആണ്. മേ ഹാവ് എന്ന് പറയുന്നൊരു യൂസേജ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഹാവിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വെർബ് വരുന്നുണ്ടെങ്കിൽ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ മേ ഹാവ് വരുമ്പോഴും വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. മേ ഹാവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ഉറപ്പില്ല, ചിലപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു ഏകദേശം 10 മണിയായി എന്ന് വിചാരിക്കാം. ഒരു 9:45 ആയിട്ടാണ് എൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പ് തുറക്കാറ്. അപ്പം ഞാൻ പറയാണ്, ഹി മേ ഹാവ് ഓപ്പൺ ദ ഷോപ്പ്. ഹി മേ ഹാവ് ഓപ്പൺഡ് ദ ഷോപ്പ്. ഓക്കെ, തേർഡ് ഫോം ആണ്. ഹി മേ ഹാവ് ഓപ്പൺ ദ ഷോപ്പ്. അവൻ ചിലപ്പോൾ ഷോപ്പ് തുറന്നിട്ടുണ്ടാവും, ഉറപ്പില്ല, ഞാൻ ഇവിടെ ഇരിക്കുകയല്ലേ, എനിക്ക് കാണാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ ഗസ് ചെയ്യാണ് ഹി മേ ഹാവ് ഓപ്പൺഡ് ദ ഷോപ്പ്. മനസ്സിലായല്ലോ? ഓക്കെ, ശരിക്കും ഓപ്പൺഡ് എന്നൊന്നും നമ്മൾ പറയാറില്ല, ഓപ്പൺഡ് എന്നാണ് പറയുക. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ പറഞ്ഞ് ശീലിക്കണം. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഷി മേ ഹാവ് ഗോൺ ടു ദുബായ്. അവൾ ഇവിടെ ഒന്നും കാണാനില്ല, കുറേ മാസങ്ങളായിട്ട് അവൾ ഇവിടെ ഒന്നും കാണുന്നില്ല. ഷി മേ ഹാവ് ഗോൺ ടു ദുബായ്. അവൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അവൾ ദുബായിലോട്ട് പോയിട്ടുണ്ടാവും, ഉറപ്പില്ല കേട്ടോ, അവിടെ കാണുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗസ് ചെയ്യുന്നതാണ്. ഷി മേ ഹാവ് റിട്ടൺ ദ സെമിനാർ. അവൾ സെമിനാർ എഴുതിയിട്ടുണ്ടാവും, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആ സമയത്ത് ഞാൻ ആലോചിക്കുകയാണ്, അവൾക്ക് സെമിനാർ കൊടുത്തിട്ടുണ്ട്. ഷീ മേ ഹാവ് റിട്ടൺ ദ സെമിനാർ. അവൾ സെമിനാർ എഴുതിയിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പില്ല, എന്നാലും ഞാൻ ഗസ് ചെയ്യാണ്. ഹി മേ ഹാവ് ബോട്ട് സം ക്യാരറ്റ്. ഓക്കെ, അവൻ ചിലപ്പോൾ കുറച്ച് ക്യാരറ്റൊക്കെ മേടിച്ചിട്ടുണ്ടാവും, ഉറപ്പില്ല, അവന് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അവൻ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഗസ് ചെയ്യാണ് വീട്ടിലിരുന്നിട്ട്, ഹി മേ ഹാവ് ബോട്ട് സം ക്യാരറ്റ്. ഓക്കെ, അവൻ എന്തായാലും അല്ല, അവൻ ചിലപ്പോൾ കുറച്ച് ക്യാരറ്റൊക്കെ മേടിച്ചിട്ടുണ്ടാവും. ദേ മേ ഹാവ് സബ്മിറ്റഡ് ഇറ്റ്. അവർ ചിലപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം എനിക്കൊരു റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു അസൈൻമെൻറ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും ഉണ്ട് ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ ഫ്രണ്ട്സിനും ഇത് സബ്മിറ്റ് ചെയ്യാനുണ്ട്, എനിക്കും സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഇനി എൻ്റെ ഫ്രണ്ട്സ് ചിലപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുമോ? ചിലപ്പോൾ അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ദേ മേ ഹാവ് സബ്മിറ്റഡ് ഇറ്റ്. അവർ അത് ചിലപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പില്ല, എന്നാലും ഞാൻ പറയാണ് ദേ മേ ഹാവ് സബ്മിറ്റഡ് ഇറ്റ്. ഹി മേ ഹാവ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്. 10 മണിയായി, എൻ്റെ ഒരു കൂട്ടുകാരൻ 10 മണിയായി, അവൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇവൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവും. ഹി മേ ഹാവ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈറ്റൺ എന്ന് പറയുന്നത് ഈറ്റിൻ്റെ തേർഡ് ഫോമാണ്. അപ്പോൾ V3 തീർച്ചയായിട്ടും അറിഞ്ഞെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള യൂസേജസ് പറയാനായിട്ട് പറ്റുള്ളൂ. ഷി മേ ഹാവ് ബ്രോട്ട് എ ന്യൂ ബാഗ്. അവൾ പുതിയ ഒരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഷീ മേ ഹാവ് ബ്രോട്ട് എ ന്യൂ ബാഗ്. അവളൊരു പുതിയ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഹി മേ ഹാവ് റെഡ് ന്യൂസ് പേപ്പർ. ഇവിടെ റീഡ് എന്നല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. റീഡ് എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡ് ഫോം റെഡാണ്, തേർഡ് ഫോമും റെഡാണ്. പക്ഷേ ഇതിൻ്റെ സ്പെല്ലിങ് വരുന്നത് READ, റീഡ്. അത് തന്നെയാണ് എന്ത് വരുന്നത്, സെക്കൻഡ് ഫോമിന് വരുന്ന സ്പെല്ലിങ്ങും തേർഡ് ഫോമിന് വരുന്ന സ്പെല്ലിങ്ങും. പക്ഷേ നമ്മൾ പറയുന്ന സമയത്ത് റീഡ് എന്നല്ല പറയേണ്ടത്, എന്ത് പറയണം, റെഡ് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്താ അർത്ഥം വരുന്നത്? ഹി മേ ഹാവ് റെഡ് ന്യൂസ് പേപ്പർ. അവൻ ചിലപ്പോൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളോട് ഒരു ദിവസം രാവിലെ എനിക്ക് പറയണം, എടാ ഇന്ന് ഹർത്താലാണ്. അപ്പോൾ നമ്മൾ ഹർത്താലോ? അവൻ ചിലപ്പോൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ന്യൂസ് പേപ്പറിൽ ഉണ്ടാവും. ഹി മേ ഹാവ് റെഡ് ന്യൂസ് പേപ്പർ. ക്ലിയർ ആണല്ലോ? ഷി മേ ഹാവ് ഡ്രങ്ക് കോഫി. ഡ്രങ്ക് എന്ന് പറയുന്നത് ഡ്രിങ്കിൻ്റെ തേർഡ് ഫോമാണ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതങ്ങനെ ആലോചിക്കേണ്ടി വരുമൊന്നുമില്ല, എന്നാലും മനസ്സിലാക്കി വയ്ക്കുക, വെർബിൻ്റെ തേർഡ് ഫോം നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഷി മേ ഹാവ് ഡ്രങ്ക് കോഫി. അവൾ ചിലപ്പോൾ കോഫി കുടിച്ചിട്ടുണ്ടാവും. ഷി മേ ഹാവ് ഡ്രങ്ക് കോഫി. മനസ്സിലായല്ലോ? ഹി മേ ഹാവ് ഡ്രിവൺ എ ന്യൂ കാർ. അവൻ ചിലപ്പോൾ പുതിയ കാറ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. അപ്പോൾ ഡ്രിവൺ എന്നുള്ളത് വെർബിൻ്റെ തേർഡ് ഫോമാണ്, ഡ്രൈവിൻ്റെ തേർഡ് ഫോമാണ് ഡ്രിവൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അവൻ ചിലപ്പോൾ അവൻ്റെ പുതിയ കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും. ഹി മേ ഹാവ് ഡ്രിവൺ എ ന്യൂ കാർ. ക്ലിയർ ആണോ? അപ്പോൾ മേ ഹാവിൻ്റെ അർത്ഥം ക്ലിയർ ആണല്ലോ? യെസ്. വൺ മോർ എക്സാമ്പിൾ. ഷി മേ ഹാവ് പ്രിപ്പയർഡ് ലഞ്ച്. അവൾ ചിലപ്പോൾ ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഷി മേ ഹാവ് പ്രിപ്പയർഡ് ലഞ്ച്. അവൾ ചിലപ്പോൾ ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും.